മത്സരിച്ച് മത സാമുദായിക യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള ശക്തി സമാഹരിക്കലാണ് ഇതിനു പിന്നിലെന്നാണ് വിലയിരുത്തൽ. സമുദായ പരിപാടികൾ പങ്കെടുക്കുന്നതിനെ മറ്റൊന്നുമായും കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പറയുന്നത്. അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണെന്നാണ് ഇരുവരുടെയും വാദം. എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ചെന്നിത്തല. മന്നം ജയന്തി പൊതുസമ്മേളന ഉദ്ഘാടനത്തിന് പിന്നാലെ മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ ചെന്നിത്തല ഇന്ന് പങ്കെടുക്കും. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ജാമിയ നൂരിയ എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. എന്നാൽ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നാണ് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. മൊത്തത്തില് ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ പോണേ. സമുദായ നേതാക്കന്മാരോട് നല്ല ബന്ധം സ്ഥാപിക്കാനാണ് എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുള്ളതെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. ഒപ്പം തന്നെ മർത്തോമ സഭയും ഓർത്തഡോക്സ് സഭയും ക്ഷണിച്ചതും സതീശൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇപ്പോ ഞാനിവിടെ റാന്നി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. ഒരു ദേവാലയത്തിന്റെ മാർത്തോമ സഭയുടെ കീഴിലുള്ള ഒരു ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. ഞാനത് വലിയ പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇപ്പം നാളെ കോട്ടയം ഭദ്രാസനത്തിന്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ്. മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ NSSന്റെ പരിപാടിക്ക് ക്ഷണിച്ചു. നേതാക്കളുടെ ഈ പരസ്യ മത്സരത്തോട് വിയോജിക്കുന്നവരും മത്സരിച്ചാണെങ്കിലും പരമാവധി സാമുദായിക നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നത് കോൺഗ്രസിന് നേട്ടമാകുമെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.